താൻ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും തനിക്ക് ഒരു ലോബിയുമില്ലെന്നും ചാണ്ടി ഉമ്മൻ 24-നോട്. മന്ത്രിമാരെ UDFും പാർട്ടി നേതൃത്വം തീരുമാനിക്കും. ജനാധിപത്യപരമായി നിയമസഭ എങ്ങനെ നടക്കും എന്നത് ഇനി കാണാമെന്നും ചാണ്ടി ഉമ്മൻ. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു. ഇനി ഏറ്റവും പ്രധാനം ആയ മന്ത്രിസഭയിലെ മന്ത്രിമാർ ആരൊക്കെ എന്നുള്ളതാണ്. നമ്മളോടൊപ്പം രാവിലെ ചാണ്ടി ഉമ്മൻ ചേരുന്നുണ്ട്. എന്താണ് നിലവിൽ UDFിൻ്റെ മന്ത്രിസഭാ രൂപീകരണ യോഗത്തിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. വൈകുന്നേരം UDF യോഗം നടക്കുകയാണ്. എന്താണ് പ്രതീക്ഷ പങ്കുവയ്ക്കാനുള്ളത്? അല്ല, നല്ല മന്ത്രിമാർ തന്നെ പാർട്ടിയും നേതൃത്വം തീരുമാനിക്കുമെന്ന് ഉറപ്പുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിലേക്ക് എത്തുമെന്നുള്ളത്. എന്തെങ്കിലും പ്രതീക്ഷ അങ്ങനെയുണ്ടോ? എൻ്റെ പുറത്ത് ഒരു തർക്കമോ ഒരു പ്രശ്നമൊന്നുമില്ല. ആരെ വേണേൽ മുഖ്യമന്ത്രിക്ക് തിരഞ്ഞെടുക്കാം. നമ്മളതിനു വേണ്ടി ഒരു പ്രത്യേകിച്ചൊരു ലോബിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ഒന്നും ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. ഇല്ല, ആവശ്യപ്പെട്ടിട്ടില്ല. ഈ നിലവിൽ ഈ മുഖ്യമന്ത്രിയെ ചൊല്ലി, അതായത് മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കുന്നതിൽ ചൊല്ലി വലിയ രീതിയിലുള്ള ഒരു തർക്കമുണ്ടായി. ഒപ്പം സമയം അല്പം താമസിച്ചു. 11-ാം ദിനമാണ് ഫലം വന്നിട്ട് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്. മന്ത്രിസഭാ രൂപീകരണത്തിൽ അങ്ങനെ ഒരു കാലതാമസം ഉണ്ടാവും? ഞാൻ പറഞ്ഞില്ലേ, താമസം എന്നുള്ളത് സ്വാഭാവികമാണ്. ഇത് ഏകാധിപത്യ പാർട്ടിയല്ല, ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. അപ്പോൾ എല്ലാവരോടും സംസാരിക്കണം, എല്ലാ ഫാക്ടേഴ്സും കണ്ടെത്തണം, എല്ലാവരുടെയും ഒപ്പീനിയൻ എടുക്കണ്ടേ, ജനവികാരം ഉൾക്കൊണ്ടോ, MLA-മാർ വികാരം ഉൾക്കൊണ്ടോ, അത് അങ്ങനെ പല കാര്യങ്ങൾ നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തല ഏറെ പ്രതീക്ഷയോടുകൂടി ഇരുന്ന ഒരാളാണ്, മുതിർന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് കോൺഗ്രസ് വലിയ പാരമ്പര്യം അവകാശപ്പെടാവുന്ന നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞില്ല. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അല്ലെങ്കിൽ തീരുമാനത്തിന് ശേഷം അദ്ദേഹം വീടിൻ്റെ പുറകുവശത്തു കൂടി പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, അതിപ്പോൾ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി. അദ്ദേഹത്തിന് ഇന്നലെ പ്രതികരിക്കേണ്ട, അദ്ദേഹത്തിന് സമയം തീരുമാനിക്കുക പ്രതികരിക്കണമെന്നുള്ളത്. ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൊണ്ടു. അതിനകത്ത് ഇപ്പം എന്താ, കഴിഞ്ഞ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ നിയമസഭയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന ആൾ പ്രതിപക്ഷത്തേക്കും പ്രതിപക്ഷ നേതാവായിരുന്ന ആൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും എത്തുകയാണ്. ജനാധിപത്യപരമായി സഭ എങ്ങനെ നടത്തണമെന്നുള്ളത് ഈ നിയമസഭ ഇന്നാൾ കാണും. കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം ഒരു വിധത്തിൽ പറഞ്ഞാൽ എന്താ പറയുക, സ്റ്റൈഫിൾ ചെയ്ത് അങ്ങ് എന്താ പറയുക, സംസാരിക്കാൻ പറ്റാത്ത വിധമാക്കി തീർക്കരുത്. എനിക്ക് അങ്ങനെ ഒരു അപ്രോച്ച് ഈ നിയമസഭയിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരുടെ വോയിസും പ്രതിപക്ഷത്തിൻ്റെ വോയിസും കേട്ടുകൊണ്ട് മാത്രമേ മുഖ്യമന്ത്രി നിയമസഭ മുന്നോട്ട് പോകുന്ന എൻ്റെ പൂർണ്ണ വിശ്വാസം. അതായത് ഒരു ഏകാധിപത്യ പ്രവണത ഉണ്ടാവില്ല, ഒരു സംശയമില്ല, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ശ്രീധർ 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.